എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മലയാളത്തിന്റെ താരരാജാക്കന്മാരുടെ വരാനിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. എന്നാൽ ഇന്ന് വന്നൊരു അപ്ഡേറ്റ് ആ ഒരു താളം തെറ്റിച്ചിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ലാലേട്ടന്റെ ഒരു സിനിമ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്ക് വരാം. കോവിഡ് കാലത്തിന് ശേഷം കിഡിലൻ ലൈനപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായി കണ്ടുവരുന്നത് 2024 കണ്ട കഥാപാത്രമോ കഥാപാത്ര രീതിയോ 2025 കാണാൻ സാധിക്കില്ല. ലുക്ക് കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും വ്യത്യസ്തമായ മാനറിസവും കഥാപാത്ര ശൈലിയും മമ്മൂക്ക കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 2025 മലയാള സിനിമ രാജാക്കന്മാരായ ലാലേട്ടന്റെ മമ്മൂക്കയുടെയും സിനിമാ ലൈനപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വരെ 2025 മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെതായി വരാനിരുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ കിഡിലം പ്രൊജക്റ്റുകളായിരുന്നു. ഇന്നലെ വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ലാലേട്ടൻ്റെതായി അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് ഒന്നല്ലെങ്കിൽ അമൽ നീരദിന്റെ, അല്ലെങ്കിൽ ജിത്തു മാധവിന്റെ, അല്ലെങ്കിൽ കൃഷാന്ത്, ബ്ലസി ഇങ്ങനെയായിരുന്നു. എന്നാൽ പ്രേക്ഷകരെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ലാലേട്ടൻ ഇന്ന് ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയത്. ലാലേട്ടന്റെ അടുത്ത ചിത്രം അനൂപ് മേനോനൊപ്പമാണ്. ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് അവർ കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആയിരുന്നില്ല ഇന്ന് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിരാശയിലാണ്. എന്ന് വെച്ച് അനൂപ് മേനോൻ എന്ന സംവിധായകനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു മികച്ച സംവിധായകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ലാലേട്ടൻ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഡേറ്റ് കൊടുത്തതും. ഇനി 2025 മമ്മൂക്കയിലേക്ക് വരുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ 10 ബസൂക്ക എന്ന സിനിമ റിലീസിനെത്തുന്നത്. അതിനുശേഷം മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലെത്തി വിനായകൻ നായക വേഷത്തിലെത്തുന്ന കളങ്കാവൽ ഈ വരുന്ന ജൂണിൽ റിലീസിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂജ റിലീസായി പ്ലാൻ ചെയ്യുന്ന മലയാളത്തിലെ വൻപൻ പ്രൊജക്റ്റുകളിലൊന്നായ മഹേഷ് നാരായണൻ ചിത്രം. ഇതിനുശേഷം മമ്മൂക്കയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രം ഏതായിരിക്കും? നിതീഷ് സഹദേവ്, ഖാലിദ് റഹ്മാൻ, ടിനു പാപ്പച്ചൻ, അമൽ നീരദ്, അങ്ങനെ വിശ്വസ്തതയുള്ള ഹിറ്റുകൾ സമ്മാനിക്കുമെന്ന് ഉറപ്പുള്ള സംവിധായകർക്ക് കീഴിൽ തന്നെയാണ് മമ്മൂക്കയുടെ 2025 ലൈനപ്പുകൾ വന്നിരിക്കുന്നത്. ലാലേട്ടന്റെ കാര്യത്തിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷിച്ചത് ആവേശത്തിന്റെ സംവിധായകനായ ജിത്തു മാധവിന്റെ സംവിധാനത്തിൽ ലാലേട്ടന്റെ അടുത്ത സിനിമ തുടങ്ങുമെന്നായിരുന്നു. ഇപ്പോൾ ആ സിനിമ ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ന് അനൂപ് മേനോന് ഡേറ്റ് കൊടുത്ത ലാലേട്ടൻ നാളെ മേജർ രവിക്ക് ഡേറ്റ് കൊടുക്കുമോ എന്ന ആശങ്കയും ആരാധകർക്കിടയിലുണ്ട്. എന്തായാലും മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെല്ലാം മികച്ചതാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരുടെയാണ് കിഡിലൻ ലൈനപ്പുകൾ? മമ്മൂക്കയുടെയാണോ ലാലേട്ടന്റെയാണോ? നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.